സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാറിലേക്ക് തുർക്കി കൂടി കടന്നു വരികയാണ്. തുർക്കിയും സൗദിയും പാകിസ്ഥാനും ഒരുമിച്ച് പ്രതിരോധ സംവിധാനം കെട്ടിയുയർത്താനാണ് നീക്കമെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. സംയുക്ത ആയുധ നിർമ്മാണവും സംയുക്ത പ്രതിരോധവുമാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നാണ് ബ്ലൂംബെർഗിന്റെ ഇന്ന് രാവിലെ ഞാൻ വായിച്ച റിപ്പോർട്ടിൽ കണ്ടത്. സൗദി അറേബ്യ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ശതകോടികളുടെ ലോൺ എഴുതി തള്ളും. ആ പണം പ്രതിരോധ നിർമ്മാണ മേഖലയിലേക്ക് നീക്കിവെക്കും സൗദിയുടെ വിഹിതമായി. തുർക്കി ഇതിനോടകം തന്നെ ആയുധ നിർമ്മാണത്തിൽ വലിയ കുതിപ്പുണ്ടാക്കുന്നുണ്ട്. തുർക്കിയുടെയും പാകിസ്ഥാന്റെയും സാങ്കേതിക മികവ് സൗദിയുടെ സഹായത്തോടെ ഒരുമിച്ച് വളർത്തിയെടുക്കാനാണ് നീക്കം. മൂന്ന് രാജ്യങ്ങളും സംയുക്തമായി പരസ്പരം സഹകരിക്കുന്ന തരത്തിൽ സായുധ സഹകരണം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയും തുർക്കിയും തമ്മിൽ അത്ര നല്ല ബന്ധം അല്ലാത്തതുകൊണ്ട്. ആകപ്പാട് തുർക്കിയിൽ 2000-3000 ഇന്ത്യക്കാർ മാത്രമാണുള്ളത്. തുർക്കിയും ഇന്ത്യയും തമ്മിൽ ദീർഘകാലമായി നല്ല രസത്തിലല്ല. ആർട്ടിക്കിൾ 370 റദ്ദാക്കി കശ്മീരിന്റെ സ്വയംഭരണാവകാശം ഇല്ലാതാക്കിയതോടെ ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടാണ് തുർക്കി എടുത്തത്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനൊപ്പമാണ് തുർക്കി. പുൽവാമയിലും പഹൽഗാമിലുമൊക്കെ പാക് ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയായിരുന്നു തുർക്കി. തുടർന്ന് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ഇന്ത്യക്കാർ തുർക്കിയിലേക്ക് ടൂറിന് പോകുന്നത് പോലും നിർത്തുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന് സഹായഹസ്തം നൽകിയത് തുർക്കിയായിരുന്നു. പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അകലം പാലിക്കുന്ന രാജ്യമായി തുർക്കി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുന്നത് ഇന്ത്യ ഏറെ ജാഗ്രതയോടെയും കരുതലോടെയും കാണേണ്ടതാണ്. പാകിസ്ഥാന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യ അസ്ഥിരപ്പെടുത്തി കശ്മീരിനെ സ്വതന്ത്രമാക്കുകയാണ്. അത്തരം ഗൂഢനീക്കങ്ങൾക്ക് സൗദിയുടെയും തുർക്കിയുടെയും സഹായം കിട്ടുന്നത് ഇന്ത്യക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. മാത്രമല്ല, അത്തരം ഏതെങ്കിലും നീക്കം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയാൽ അത് വലിയ തിരിച്ചടിയായി മാറും. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ രാജ്യമെന്ന നിലയിൽ സൗദി അറേബ്യയുമായി എക്കാലത്തും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും വഴിയാണ് ഇന്ത്യ തേടുന്നത്. സൗദിയും ഇന്ത്യയും തമ്മിൽ ഭിന്നിക്കുന്നത്, അകലം പാലിക്കുന്നത് ഇന്ത്യക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ കൃത്യമായ സ്ട്രാറ്റജിയുടെ ഭാഗമായി പുലർത്തിക്കൊണ്ടുവരുന്ന ഊഷ്മളമായ ബന്ധത്തിന് അത് മുറിവേൽപ്പിക്കും.